ഈ ബഹുമാനപ്പെട്ട ഹസീന റാജി സാഹിബാണ് എൻ്റെ മുമ്പിലുള്ളത്. അദ്ദേഹം വോഡോഫോണിൻ്റെ ഒരു കസ്റ്റമറാണ്. അദ്ദേഹം ഇത് ഐഡിയയിലേക്ക് പോർട്ട് ചെയ്ത് മാറിയാണ് വോഡോഫോൺ. അദ്ദേഹത്തിൻ്റെ പ്രശ്നമാണ് ഞാൻ ഈയിടെ ഉന്നയിച്ചത്. അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ നിന്ന് പൈസ കട്ടായ ഒരു കേസാണ് ഇപ്പോൾ ഞാൻ വോഡോഫോണെതിരെ ഉയർത്തിയ ഒരു പ്രശ്നത്തിന് അവസാനമുണ്ടായ ഒരു കാരണം. അദ്ദേഹം തന്നെ പറയട്ടെ. അവസാനം ഉണ്ടായ കാരണം എന്ന് പറഞ്ഞാല് 15-ാം തീയതി ഏപ്രിൽ 15-ന് രാത്രി 195 റുപ്യ പിടിച്ചു വോഡോഫോൺ. രാവിലെ നോക്കുമ്പോൾ 195 ഇല്ല. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ചോദിച്ചോ പറഞ്ഞു അതങ്ങനെ പിടിക്കൂല, ഓട്ടോ റിന്യൂവൽ ഇല്ല. അങ്ങനെ ഇവർ എന്നെ സ്റ്റോറിലേക്ക് അയച്ചപ്പോ അവിടുന്ന് പറഞ്ഞു ഓട്ടോ റിന്യൂവൽ പിടിച്ചിട്ടുണ്ട്, അഥവാ ഞാൻ പിടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ കംപ്ലൈന്റ് ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങളെ ഞാൻ വിളിക്കാം. ഇപ്പൊ ഒരാഴ്ച ഇതുവരെ വിളിയില്ല. അതിനു മുമ്പും ഒരു മാസം മുമ്പും 195 റുപ്യ ഇതേമാതിരി പിടിച്ചു. അത് പിടിച്ച് ഓട്ടോ റിന്യൂവലാന്നും പറഞ്ഞ് പിടിച്ചു കഴിഞ്ഞതിന് ശേഷം എന്റെ ബാലൻസ് ഒന്നും പിടിക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ രാത്രി 60 രൂപ എന്തോ എന്റെ ബാലൻസിലുണ്ടായിരുന്നു. 6 മിനിറ്റ് 7 മിനിറ്റ് ആകുമ്പോൾ ഞാൻ STD വിളിച്ചിരുന്നു. രാവിലെ നോക്കുമ്പോഴത്തേക്ക് ഫുൾ കാലി. നമ്പർ ഇതേ 703-444-6990. അപ്പൊ ഇത്തരം കസ്റ്റമർ മാത്രമല്ല, ഇതിനു മുമ്പ് പല പ്രാവശ്യവും 2 മാസം മുമ്പ് വരെ ഇതേമാതിരി 100 ചില്ലറ ഉറുപ്പ ഇതേമാതിരി പിടിച്ചിരുന്നു. രാത്രി 100 ചില്ലറ ഉറുപ്പ ബാലൻസ് ഉണ്ടെങ്കിൽ രാവിലെ നോക്കുമ്പോ 25-45 ആണ് കിട്ടുന്നു. അപ്പൊ ഈ പൈസ എവിടെ പോന്നു? ഒരുപാട് കസ്റ്റമർ നിരന്തരമായിട്ട് ഇങ്ങനെ എന്റെ ഷോപ്പിൽ വന്നിട്ട് ഈ വോഡോഫോൺ കമ്പനിക്കെതിരെയുള്ള ഈ കംപ്ലൈന്റ് പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇവിടുത്തെ കമ്പനി മാനേജർമാർ സംസാരിക്കും, ഇവിടുത്തെ കസ്റ്റമർ കെയറിലേക്ക് സംസാരിക്കും. അങ്ങനെ ഞാൻ കംപ്ലൈന്റ് കൊടുത്തിരിക്കും. അങ്ങനെ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ ഞങ്ങൾക്കെതിരെയുള്ള ഒരു ഭീഷണി സ്വരം അത്ര നല്ലതല്ലോ. കസ്റ്റമർ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമുക്ക് പരിഹരിച്ചു കൊടുക്കാൻ നമ്മളെ ലക്ഷ്യം. നമ്മൾക്ക് നിങ്ങളുടെ അടുത്ത് വരാൻ പറ്റൂല. നിങ്ങൾ എന്നിട്ട് സ്റ്റോറിലേക്ക് അയച്ചു. സ്റ്റോറിലിരിക്കുന്ന സ്ത്രീ എന്നോട് പറഞ്ഞ് നിങ്ങളെ കംപ്ലൈന്റ് ഓക്കെ ശരിയാണ്, അത് 195 കട്ട് ചെയ്തിട്ടുണ്ട് എന്ന് സ്ത്രീ ഏറ്റെടുത്തു. അതായത് ഒരു കസ്റ്റമർ എന്നോട് പറഞ്ഞ് ബാലൻസ് വന്നാൽ നിങ്ങളെ വിളിക്കാം, ഒരാഴ്ച ഇതുവരെ വിളിയൂല, ഒന്നുമില്ല. അങ്ങനെ ആ ഒരു മനം എടുത്തിട്ട് അദ്ദേഹം ഐഡിയ നെറ്റ്വർക്കിലേക്ക് മാറാൻ വേണ്ടി സന്നദ്ധനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. മനസ്സിലായില്ലേ? അല്ലാണ്ട് കസ്റ്റമർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, അതൊക്കെ വെറുതെ ഉണ്ടാക്കുന്നതാണ് എന്നാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രചരണം. ഞാൻ പലവരോട് അന്വേഷണം ചെയ്തത് വടാഫോണിനെ പറ്റി. എല്ലാരും പറയുന്നത് ഇതാ, എന്റെ സ്നേഹിതന്മാർ 100 ചില്ലറ വടാഫോൺ എല്ലാരും പറയുന്നത് കംപ്ലീറ്റ് മാറാൻ നമുക്ക് വേണ്ട. ഇത് രാത്രി ഒരു ബാലൻസ് കാണിക്കും, രാവിലെ നോക്കിയാൽ ബാലൻസ് ഉണ്ടാവില്ല. ഇതൊരു കംപ്ലൈന്റ് അല്ലേ? ഇത് കംപ്ലൈന്റ് ആണ് ശരിക്കും. ഇത് ജനങ്ങളെ കൊള്ളയടിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗങ്ങളിൽ ഞങ്ങളൊരു ക്യാമ്പയിൻ നടത്തുകയാണ് ഈ ചൂഷണത്തിനെതിരെ. അതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും. ഓക്കെ, താങ്ക് യു.